10 അവൻ വെള്ളമില്ലാതെ കിടന്നാലും ഒരു കുപ്പി വെള്ളത്തിന് കാശ് അല്ലെങ്കിൽ ചായ കുടി നമ്മളൊക്കെ ചോദിക്കും. ഒരു 10 രൂപ നമുക്ക് കൂടെ പണിയെടുക്കുന്നവരാകുമ്പോൾ ഒരു 10 രൂപ ചോദിക്കും. അവൻ ചോദിക്കില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ്. എല്ലാ ഡ്രൈവർമാർക്കും അറിയാം. ഈ പ്രദേശത്തേക്ക് വരില്ല സാറേ. വിഡ്ഢികളാക്കുകയാണ് നമ്മൾ. ഈ ആരോ എന്തിനും നിഴല് കണ്ടു പറഞ്ഞിട്ട് നമ്മൾ വന്നു ഇവിടെയൊക്കെ തിരഞ്ഞ് വിഡ്ഢി വേണം. ഞാൻ വരില്ല എന്ന് ഉറപ്പ് പറയണം. എനിക്കറിയാം. ഞാൻ പരിസരവാസിയാണ്. ചെന്താമരൻ്റെ പരിസരവാസിയാണ്. ചെന്താമരനെ കുറിച്ച് എല്ലാ ചരിത്രവും എനിക്കറിയാം. പറയണത് മനസ്സിലായി സാറേ? ചെന്താമര പറഞ്ഞത് ആ വ്യക്തി, ഈ ഒരു വ്യക്തി നിങ്ങളെ അറിയണമെന്ന് വെച്ച് എനിക്കറിയാം. ഞാൻ ടൗസർ മുറുക്കി കേട്ടുമ്പോൾ, ഈ കുക്കിയില്ലാത്ത ടൗസർ മുറുക്കി കേട്ടുമ്പോൾ അറിയുന്ന വ്യക്തിയാണ്. ഞാൻ പറയണത് ഒരു ഇതിലും ഒരാളുടെ അടുത്ത് 10 രൂപയില്ല ഒരു ബീഡിയില്ല പറഞ്ഞ അയാൾ ഒരാളുടെ അടുത്ത് ചോദിക്കില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ്. പോകാനായിരിക്കും സാധ്യത. എവിടെ? നമ്മുടെ പരിസരം. ആ വെട്ടിക്കുന്നതിന്റെ വീടിന്റെ പരിസരം അല്ലാണ്ട് എവിടെയും പോയില്ല സാറേ. ഞാൻ ഉറപ്പ് പറയണു. കഴിഞ്ഞ പ്രാവശ്യം കൊലക്കേസ് ചെയ്തിട്ട് അവൻ പോയത് അതേ പരിസരത്ത് കിടന്നിട്ട് ഞാൻ കല്ലൊക്കെ കയറ്റിയിട്ടു. അവൻ അവിടെ തന്നെ ശ്വാസം വിടാണ്ട് കിടന്നു. അവൻ കുട്ടികളാണ് അയാളെ കണ്ടതെന്ന് പറയുന്നത്. ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവൻ മാട്ടായിൽ കയറി വരില്ല. സാറിന് ഉറപ്പാണ്. ഈ അത്രയും പരിസരം വിട്ട് അവൻ നമ്പർ 1 വില്ലനാണ്. പറയൂ. ഈ വന്ന് ഈ ജനങ്ങളുടെ അടുത്ത് പോലീസിന്ന് അവൻ ജാമ്യം ഇറങ്ങി വന്ന ശേഷം നമ്മുടെ പഞ്ചായത്തിലെ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോഴാണ് അറിയണത്. ഇപ്പൊ വന്ന ശേഷം അവര് ഈ പരിചയമില്ലാത്തത് എല്ലാവരും അടുത്ത് സംസാരിക്കണം. ബന്ധമില്ലാത്ത ഞാനാണെങ്കിലും സാറാണെങ്കിലും ഇപ്പൊ വന്നിട്ട് തോളിക്കൈയിട്ട് സംസാരിക്കണം. അങ്ങനെയുള്ള ഈ വ്യക്തി ഇവൻ നമ്പർ 1 വില്ലനാണ്. ഇവൻ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഉറപ്പ്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ പ്രസാദ്, ഇപ്പോൾ ഈ നാട്ടുകാരൻ പറയുന്നത് എന്താണ്? ഈ ഭാഗത്ത് കാണില്ലെന്നാണോ? അത് 2 അഭിപ്രായമാണ് സേതുലക്ഷ്മി പറഞ്ഞത്. അദ്ദേഹം ചെന്താമരയുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ആളാണ്. അയാളാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഈ ചെന്താമര ഈ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള അഭിപ്രായം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ചെന്താമരയുടെ കൃത്യം നടന്ന വീടിനും ഈ മാട്ടായും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ? അവിടെ നിന്ന് ഏറെക്കുറെ 3 കിലോമീറ്ററോളം അകലം ഈ പ്രദേശത്തേക്ക്, അതായത് ചെന്താമരയുടെ വീടും ഈ പ്രദേശവും തമ്മിൽ ഏറെക്കുറെ 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പരിസരത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ചെന്താമരയുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരത്തെയും പോലീസ് അവഗണിച്ച് കളയുന്നില്ല. ഒരാൾ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് പരിശോധിച്ച് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്ന ജോലിയാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിവരത്തെയും അങ്ങനെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ അതിന് സാധ്യതയില്ല എന്നുള്ള രീതിയിലേക്ക് പോലീസ് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ടുകൂടിയാണ് വളരെ പ്രയാസമേറിയ ഒരു പ്രദേശമായിട്ട് പോലും ഈ പ്രദേശത്ത് ഇപ്പോൾ വെളിച്ചക്കുറവുണ്ട്. ഒരാൾ ഒളിച്ചിരിക്കുന്നത് പെട്ടെന്ന് കണ്ടെത്താനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അത്രയും വെളിച്ചമൊന്നും പോലീസിന്റെ കയ്യിലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിലോ ഇല്ല. ടോർച്ചുകളും മറ്റുമാണ് ഉള്ളത്. കൂടുതൽ വിസ്തൃതിയിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള വെളിച്ചം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥലമൊന്നും ഇല്ല. എന്തായാലും ഒരു പ്രദേശത്ത് ഒരു തവണ സന്ദർശനങ്ങളെല്ലാം നടത്തി, പരിശോധനകളെല്ലാം നടത്തി പോലീസിന്റെ സംഘങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. രാത്രി ഈ പരിസരങ്ങളിൽ കൂടുതൽ തെരച്ചിൽ നടത്തും. നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസുമെല്ലാം തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രതീക്ഷയിലാണ്, ഇയാളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും നാട്ടുകാരും വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങൾ ഇവിടെയുള്ള ആളുകളാണോ? അതെ. ഇത് എന്താണ് ഈ പ്രദേശത്തേക്ക് ആളുകൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണോ തോന്നുന്നത്? ഈ സ്ഥലം ഒളിച്ചിരിക്കാൻ പറ്റിയ കരിമ്പാറ പറഞ്ഞ കാടാണ് മെയിനായിട്ട് ഉള്ളത്. ഇവിടെ ഒളിച്ചിരിക്കാൻ ഇവിടെ ഒന്നും നടക്കില്ല. ഒളിച്ചിരിക്കൽ അത്ര എളുപ്പമല്ല. ഇവിടെ വീടുകളാണ്, മൊത്തം വീടാണ്. ഇതിന്റെ ഇപ്പുറം തൊട്ട് വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലമാണ്. അങ്ങനെ അത്ര പെട്ടെന്ന് ആനയും പുലികളും എല്ലാം ഉള്ള സ്ഥലമാണ് ഇതിനപ്പുറം, ഈ കനാലിനപ്പുറം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇത് നേരെ പുള്ളിയുടെ ആ ഭാഗങ്ങളിൽ തന്നെ പുള്ളി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. വീടിനോട് ചേർന്ന് കിടക്കുന്ന അതെ, അവിടെ തന്നെ പുള്ളി ഉണ്ടാവുന്നുള്ളത്. അതാണ് സേതുലക്ഷ്മി പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധന എന്തായാലും ഒരു ഘട്ടത്തിൽ ഒരു സംഘം പോലീസുകാർ ഒരു ആദ്യ പരിശോധന നടത്തി തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെയും ഈ മേഖലകളിലെല്ലാം തന്നെ പരിശോധന നടത്തുമെന്ന് SP വ്യക്തമാക്കിയിരുന്നു.